യേശുവിനാൽ സ്നേഹിക്കപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ ഈശോയുടെ പീഡാനുഭവത്തെപ്പറ്റി നമ്മൾ ധ്യാനിക്കുന്നു. നിശ്ചയമായിട്ടും യേശയ്യാ പ്രവാചകനിലൂടെയും വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ പ്രത്യേകമായിട്ട് 27-ാം അധ്യായത്തിലൂടെയും നാം കേൾക്കുന്ന പങ്കപ്പാടിൻ്റെ ഓരോ ചിത്രങ്ങളും നമ്മുടെ മനസ്സിൽ ഉണ്ട്. എൻ്റെ ഹൃദയത്തെ ഏറെ ചിന്തിപ്പിക്കുന്നതും എപ്പോഴും ഞാൻ മനസ്സിൽ പേറുന്നതുമായ ഒന്ന് കർത്താവിൻ്റെ വിരൂപമായ മുഖമാണ്. അതേപ്പറ്റി യേശയ്യ എഴുതിയിരിക്കുന്നത് 52-ാം അധ്യായം 14. അവനെ കണ്ടവർ അമ്പരന്നു പോയി. മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപൻ ആയിരിക്കുന്നു. അവൻ്റെ രൂപം മനുഷ്യൻ്റേത് അല്ല. കർത്താവിൻ്റെ മുഖം വിരൂപമായി. അതെപ്പോഴും ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കാണുന്നത് പുൽക്കൂട്ടിലെ ഉണ്ണീശോ ആണ്. എൻ്റെ തന്നെ ശരീരം അവൻ പേറിക്കൊണ്ട് സന്തോഷത്തിൽ കൃപ നിറഞ്ഞ് ആര് കണ്ടാലും ഒരു ചുംബനം കൊടുക്കും ഉണ്ണീശോയ്ക്ക്. ആ ഉണ്ണീശോ ആണല്ലോ ഇപ്പോൾ ഈ കുരിശിൽ വിരൂപനായി കിടക്കുന്നത്. അത് എൻ്റെ വിരൂപതയാണല്ലോ എന്ന് നെഞ്ചത്ത് കൈവച്ച് ഞാൻ ചിന്തിക്കും. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ക്രൂശിതനായ ഈശോയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഒരു കുരിശ് രൂപം കയ്യിലേന്തും. എൻ്റെ തലയിണ കീഴെപ്പോഴും വയ്ക്കും, എപ്പോഴും എൻ്റെ കഴുത്തിൽ ധരിക്കും. കാരണം ആരും ആഭിചാരം ചെയ്ത് പൗലോസ്ലീഹ പറയുന്ന പോലെ ഗലാത്യർ അധ്യായം 3:1 എൻ്റെ ഹൃദയത്തിൽ നിന്ന് ആ ക്രൂശിതനെ മാറ്റിയിട്ടില്ല. ക്രൂശിതനിലാണ് വലിയ സ്നേഹം ഞാൻ കാണുന്നത്. ഈശോ ആ സഹനങ്ങൾ സഹിച്ചുകൊണ്ടാണ് സ്നേഹം പ്രകടമാക്കിയത്. നമുക്കറിയാം, ആരോ ഒരിക്കൽ കർത്താവിനോട് ചോദിച്ചു, നീ എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുവെന്ന്. അവൻ നിശബ്ദനായിരുന്നു. അവൻ കാണിച്ചത് അവൻ്റെ ഹൃദയവും സഹനവും ആയിരുന്നു. സഹനമില്ലാത്തടത്ത് സ്നേഹം ഇല്ല. ഈശോയുടെ ആ സഹനം ആ മുഖത്ത് ഞാൻ കാണുന്നു. എന്നെ പ്രതി വിരൂപനാക്കി. അത് എൻ്റെ വിരൂപതയാണ്. ഞാൻ നോക്കുമ്പോഴെല്ലാം അനുദപിച്ചുകൊണ്ട് എൻ്റെ കർത്താവേ, അങ്ങേ രക്തത്താൽ എന്നെ കഴുകി ആ ഉണ്ണീശോയുടെ ആ മുഖം തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കും. ഉണ്ണീശോയുടെ കൃപ നിറഞ്ഞ ആ മുഖമാണല്ലോ ഈ കുരിശിൽ ഇപ്പോൾ എനിക്ക് വേണ്ടി പാപമായി മാറിയപ്പോൾ വികൃതമായി തീർന്നത്. ഞാനും പാപത്തിലായിരിക്കുമ്പോൾ എൻ്റെ മുഖം വികൃതമാകുന്നു എന്ന് പറഞ്ഞാൽ, എൻ്റെ കർത്താവ് സൃഷ്ടിച്ചപ്പോൾ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. സ്നേഹം, വിശുദ്ധി എല്ലാം നൽകിക്കൊണ്ട് എന്നെ സൃഷ്ടിച്ചു. പ്രത്യേകമായിട്ട് ഞാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവോട് നിറച്ച് എന്നെ ദൈവ പൈതൽ ആക്കി, ആ ഉണ്ണീശയെ പോലെ ആക്കി. ഞാനൊരു പാപത്തിലായിരിക്കുമ്പോൾ, ചെറിയ പാപം പോലും ചെയ്യുമ്പോൾ ആ മുഖം വികൃതമാകുന്നു. ആ വികൃതമായ മുഖവുമായിട്ടാണ് ഞാൻ ബന്ധിപ്പിക്കുന്നത്. ഞാൻ രാത്രിയും പകലുമെല്ലാം ധ്യാനിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാം എൻ്റെ ഹൃദയത്തിൽ ഈ ചിത്രമാണ്, കർത്താവിൻ്റെ വികൃതമായ ചിത്രം. അപ്പോൾ ഞാൻ കണ്ണുകൾ ശാന്തമായി അടച്ച് പ്രാർത്ഥിക്കും. എൻ്റെ കർത്താവേ, ഈ വൈകൃതമായ മുഖം അങ്ങേ രക്തത്തിൽ കഴുകി വിശുദ്ധീകരിച്ച് നല്ല രൂപത്തിലാക്കണമേ. പൗലോസ്ലീഹ പറയുന്നത് പോലെ എൻ്റെ കർത്താവ് എന്നിൽ രൂപപ്പെടുന്നത് വരെ അത് ഞാൻ ആ വേദന അനുഭവിക്കുകയാണ്. ഇതാണ് അത് ഈ പീഡാനുഭവ കാലത്ത് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. മക്കളെ, ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു.